സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ഒരാൾ ഞാനല്ലേ, എന്നെയല്ലേ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത്. അല്ല, ആർക്കായാലും അങ്ങനെ ഒരു അക്രമം അത് അറിയുന്നതിന് മുന്നേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കെതിരെ എഴുതുന്നത് എങ്ങനെ അറിയാൻ പറ്റും? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ട ഒരാൾ ഞാനാണ്, ഇപ്പോഴും നേരിടുകയാണ്. അത് ഒരു കാലഘട്ടത്തിൽ എനിക്കെതിരായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ, ഇപ്പോഴും. കാരണം കാര്യങ്ങൾ പറയുന്ന ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി കുറെ കാരണം ഈ ഷൈനെതിരെ വന്ന ആരോപണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CPM-ന്റെ ലോക്സഭയിൽ മത്സരിച്ച നേതാവ് VD സതീശന്, പ്രതിപക്ഷ നേതാവിന് ഈ ആരോപണങ്ങളിൽ പങ്കുണ്ട് എന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ വനിത പറഞ്ഞിട്ടുള്ളത്, CPM നേതാവ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. അല്ല, ഈ സൈബർ അറ്റാക്ക് നടക്കുന്ന ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ആളുകൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇവർക്കെതിരെയുള്ള ഈ ഒരു ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ഒരാൾ ഞാനല്ലേ, എന്നെയല്ലേ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത്. അല്ല, ആർക്കായാലും അങ്ങനെ ഒരു അക്രമം അത് അറിയുന്നതിന് മുന്നേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കെതിരെ എഴുതുന്നത് എങ്ങനെ അറിയാൻ പറ്റും? ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ട ഒരാൾ ഞാനാണ്, ഇപ്പോഴും നേരിടുകയാണ്. അത് ഒരു കാലഘട്ടത്തിൽ എനിക്കെതിരായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ, ഇപ്പോഴും. കാരണം കാര്യങ്ങൾ പറയുന്ന ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി കുറെ CPM പഴയ റിപ്പോർട്ടർ ചാനലിൻ്റെ MD നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പത്രസമ്മേളനം പറയുമ്പോൾ തന്നെ അവരിങ്ങനെ നമ്മളെ അവഹേളിക്കത്തക്ക നിലയിലുള്ള ക്യാപ്സൂളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് CPM-ന്റെ കളിയാണ്. ഇതൊന്നും നടക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സൈബർ അറ്റാക്ക് നടക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊന്നും നമ്മുടെ ഭാഗത്തുനിന്നും ആസൂത്രിതമായി ഒരാളിനെ ആക്രമിച്ചിട്ടില്ല. ആക്രമിക്കുന്നതൊക്കെ CPM-കാരാണ്. പക്ഷെ പ്രധാന നേതാക്കളൊക്കെ അങ്ങനെയുള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ വ്യാപകമായി ഈ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് ഈ വനിതാ നേതാവ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതിന്റെ വസ്തുതകൾ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ വരുമല്ലോ. നമ്മളെന്തിനാണ് കൂടുതൽ വേവലാതിപ്പെടുന്നത്? നമുക്ക് നോക്കാം. പൊതുരംഗത്തുള്ള വനിതകൾക്കെതിരെ ഇത്തരം നടത്തുന്നത് ശരിയാണോ? നോക്കാം. മറ്റൊരു കാര്യം, ഇപ്പൊ T. പത്മനാഭൻ പറഞ്ഞത് ഈ എലപ്പള്ളി ബ്രൂവറി ആ വിഷയം, അത് ബഹുമാനമില്ലാത്ത ഈ എക്സൈസ് മന്ത്രി അതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അത് UDF-ഉം 100% ആ ഇഷ്യൂ ആദ്യമായി കൊണ്ടുവന്നത് ഞാനാണ്. പണ്ട് പിണറായി വിജയൻ ആദ്യത്തെ ഗവൺമെന്റ് ഭരണത്തിൽ ഉള്ളപ്പോൾ ബ്രൂവറികൾ അനുവദിക്കാനും ഡിസ്റ്റിലറി അനുവദിക്കാനും വന്നപ്പോൾ അതിനെതിരെ ശക്തമായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഞാൻ എതിർത്തു. അദ്ദേഹത്തിന് പിൻവലിച്ചു പോകേണ്ടി വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് നനയാതെ ഈറം ചുമക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു. അന്ന് ഞാൻ ആ നിലപാടെടുത്തുകൊണ്ടാണ് ബ്രൂവറിയും ഡിസ്റ്റിലറിയും കേരളത്തിൽ വരാഞ്ഞത്. ഇപ്പം എലപ്പുള്ളിയിൽ ആരംഭിക്കുന്നു. പപ്പേട്ടൻ പറഞ്ഞത് 100% ശരിയാണ്. ഇവിടെ കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തി പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി പൂട്ടിയവർ അവിടെ എലപ്പുള്ളിയിൽ ബ്രൂവറിയും ഡിസ്റ്റിലറിയും ഒക്കെ ആരംഭിക്കാൻ ബോട്ടിലിംഗ് പ്ലാന്റുകളും, അതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാൾ ഞാനാണ്. ഒരു കാരണവശാലും അവിടെ ഒന്നും ഇത് സ്ഥാപിക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല.